ഹായ് ഓൾ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആപ്പ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമുക്ക് എന്താണ് അത്ര ഫെമിലിയർ ആയിട്ടുള്ള വാക്കുകളും കൺസെപ്റ്റുകളുമാണ്. നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോൺ അല്ലെങ്കിൽ ആപ്പിൾ ഫോൺ, ഇതിനകത്തെല്ലാം ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇടയ്ക്ക് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഫേസ് ആപ്പ്. എല്ലാവർക്കും അറിയാം, എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, ചിലരെങ്കിലും ട്രൈ ചെയ്യാത്തവരും ഉണ്ടാവും. എന്തായാലും ഇപ്പോൾ പുതിയൊരു ഫിൽറ്റർ കൊണ്ടുവന്നിരിക്കുന്നത് ജെൻഡർ ചേഞ്ചിങ് ആണ്. ആണിനെ പെണ്ണാക്കാം, പെണ്ണിനെ ആണാക്കാം. അപ്പൊ കൗതുകം ഉണർത്തുന്ന ഒരു ഫീച്ചർ തന്നെയാണ്. ഒരു വർഷം മുമ്പ് അവര് ഏജ് ട്രാൻസ്ഫർ ചെയ്യുന്ന, അതായത് നമുക്ക് നമ്മുടെ ഏജ് കൂട്ടിക്കാണിക്കും, പ്രായമാകുമ്പോൾ എങ്ങനെ ഇരിക്കും, ആ രീതിയിലേക്കുള്ള ഒരു ഫിൽറ്റർ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ഫിൽറ്റർ ഉണ്ട്. പക്ഷെ ഇപ്പോഴും കൂടുതലായിട്ട് ആൾക്കാർ നോക്കുന്നത് ഈ ഒരു കേസാണ്, നമ്മുടെ ജെൻഡർ ചേഞ്ചിങ് ആണ്. എനിവേ, ആപ്പ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്, കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. തങ്ങളുടെ മുഖം അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് കാണാൻ ഒരു കൗതുകം. അപ്പൊ ആ ഒരു കൗതുകത്തിന് പുറത്താണ് ആപ്പ് വർക്ക് ചെയ്യുന്നതും ഡൗൺലോഡ് ആവുന്നതും ഒക്കെ. എനിവേ, ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളും ചിലർക്കുണ്ട്. അതായത് ഇത് സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടോ, നമ്മുടെ പ്രൈവസി അവിടെ പോകുന്നുണ്ടോ, നമ്മുടെ ഫോട്ടോസ് ഒക്കെ മറ്റാരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ, അങ്ങനെയൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ ആപ്പ് ഡെവലപ്പ് ചെയ്തത് റഷ്യയിലാണ്. ഇതിന്റെ പ്രത്യേകത, അത് ക്ലൗഡിലാണ് വർക്ക് ചെയ്യുക. അപ്പം സാധാരണഗതിയിൽ നമ്മളൊരു ഇമേജ് എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ നെറ്റ്വർക്ക് കണക്ഷൻ ഇല്ലെങ്കിലും ഇന്റർനെറ്റ് ഇല്ലെങ്കിലും നമുക്ക് ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെ കേസിൽ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് അവിടെ പോയി പ്രോസസ് ചെയ്ത് തിരിച്ചാണ് ഇവിടെ വരിക. എനിവേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഏറ്റവും കൂടിയ ഒരു റേഞ്ചിലാണ് ഇതിന്റെ വർക്കിംഗ്. വളരെ പെർഫെക്ഷനോട് കൂടിയ, അത് ഉപയോഗിച്ച് നോക്കി അറിയാം, നല്ല ക്ലാരിറ്റി ഉള്ള, അല്ലെങ്കിൽ വളരെ പെർഫെക്ഷനോട് കൂടി ഹെയർ ആണെങ്കിലും മറ്റു കാര്യങ്ങളെല്ലാം നല്ല പെർഫെക്ഷനോട് കൂടി ഇമേജുകളാണ് അവർ തരുന്നത്. അത് നമ്മുടെ ടെക്നോളജിയുടെ ഒരു ഗ്രോത്ത് തന്നെയാണ്. എനിവേ, ഈ ആപ്ലിക്കേഷൻസ് പലരും യൂസ് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മുടെ പ്രൈവസിയെ കുറിച്ചുള്ള സംശയം എല്ലാവരും ഉന്നയിക്കുന്നുണ്ട്. ആപ്പിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ജസ്റ്റ് ഞാൻ ഒന്ന് നോക്കി. അപ്പൊ അതിനകത്ത് കണ്ടതനുസരിച്ച് അവരവരുടെ ബിസിനസിന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് 48 മണിക്കൂറിനുള്ളിൽ ഒരു ഫോട്ടോ അവർ റിമൂവ് ചെയ്യുന്നു, അവർ തന്നെ അവരുടെ പ്രൈവസി പോളിസിക്ക് അത് പറയുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നമ്മുടെ ഫോട്ടോസ് അവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഡേറ്റാസ് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് അയക്കാവുന്നതാണ്. റിക്വസ്റ്റ് അയച്ചും നമ്മുടെ ഡേറ്റാസ് നമുക്ക് ആപ്പിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പിന്റെ സെർവറിൽ നിന്ന് റിമൂവ് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇപ്പം ഫേസ് ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിവേ, ഇത് ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം നിങ്ങളുടെയാണ്. ഓക്കെ, അത് എന്താണെങ്കിലും നല്ല സാധനമാണ്. അത് എന്ന് കൊള്ളാമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി അത് വേണ്ടാന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാതിരിക്കാം. ഇത് നമ്മുടെ സ്വകാര്യതയിൽപ്പെട്ട കാര്യമാണ്, ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത്. എന്നാൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഞാൻ ഫേസ് ആപ്പിൽ തന്നെ നിൽക്കുന്നില്ല, ആപ്ലിക്കേഷനിലേക്ക് മൊത്തത്തിൽ പോവുകയാണ്. കാരണം നമ്മൾ എല്ലാവരും ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നവരാണ്, അല്ലെങ്കിൽ ആപ്പുകൾ ഉപയോഗിക്കുന്നവരാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആദ്യം ഇപ്പം നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ നമുക്ക് കൺസിഡർ ചെയ്യാം. ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? പ്ലേ സ്റ്റോറിൽ പോയി നമുക്ക് വേണ്ട ആപ്പ്, ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ എങ്കിലും ഡൗൺലോഡ് ചെയ്യാത്ത ആരും തന്നെ ഈ വീഡിയോ കാണുന്നുണ്ടാവില്ല, ഏറ്റവും മിനിമം. ഇപ്പൊ ഫേസ് ആപ്പ് നമ്മൾ വേണ്ടെന്ന് നോക്കുന്നു, ഓക്കെ, സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നു. ഓക്കെ, അവരുടെ ഇഷ്ടമാണ്, അത് വേണോ വേണ്ടയോ, നിങ്ങളുടെ ഫോട്ടോ അങ്ങനെ ചെയ്യണോ, സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊക്കെ. എനിവേ, നമ്മൾ പല ആപ്ലിക്കേഷൻസ്, ഒരു പോസ്റ്റർ മേക്കിംഗ് ആവാം, ഒരു വീഡിയോ എഡിറ്റർ സോഫ്റ്റ്വെയർ ആവാം, പല ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കാനുള്ള സോഫ്റ്റ്വെയർ ആകാം. ഇത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉദ്ദേശിക്കുന്ന ആപ്പാണ് കേട്ടോ. അപ്പം ഇതാണ് ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാത്തവരായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ആരും തന്നെ അല്ലേ. ഇപ്പൊ ഞാൻ തന്നെയാണെങ്കിൽ ഇവിടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. കൈൻ മാസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്, വളരെ നല്ല ആപ്ലിക്കേഷനാണ്, യൂസ് ചെയ്യാം. ഓക്കെ, എനിവേ, ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി അത് സെർച്ച് ചെയ്യും, ഇന്ന ആപ്ലിക്കേഷന്റെ പേരടിച്ചു കൊടുക്കുന്നു, ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു, ഇൻസ്റ്റാൾ ചെയ്യുന്നു. ആഫ്റ്റർ ഇൻസ്റ്റാളിങ് നമ്മൾ ഇതിനകത്തേക്ക് കയറുമ്പോൾ 1-2 കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ആദ്യം തന്നെ ഈ ആപ്പ് നമ്മളോട് ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യാൻ ആവശ്യപ്പെടും. ഒരു ടിക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എഗ്രി എന്ന് കൊടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഏതൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിക്കാറില്ല എന്നതാണ് ഒരു സത്യം. നമ്മൾ വെറുതെ നമുക്ക് ആ ആപ്പ് കൊണ്ടുള്ള ആവശ്യത്തിന് വേണ്ടി നമ്മൾ പെട്ടെന്ന് ഓക്കെ ഐ എഗ്രി കൊടുത്തങ്ങ് പോവുകയാണ്. ഇനി പറയാനുള്ളത്, നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്ന് വായിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അനുയോജ്യമായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണെങ്കിൽ എഗ്രി ചെയ്ത് ആപ്പ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ അത് അവരുടെ ബിസിനസ് പർപ്പസിന് വേണ്ടി അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആവും. ഫേസ് ആപ്പിനും ഇതുപോലെ തന്നെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അത് ഫേസ് ആപ്പിന് മാത്രമല്ല, എല്ലാ ആപ്ലിക്കേഷനും അതിന്റേതായ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ഇത് അറിഞ്ഞിരിക്കുക. അപ്പോൾ അത് വായിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ഒരു 1-2 പേജുകളൊക്കെ ഒരു PDF, ആ ഒരു ഫോമിലായിരിക്കും. PDF ആവണമെന്നില്ല, അത്രയും ലെങ്ത് ഉള്ള ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിരിക്കും. അത് ഡെവലപ്പ് ചെയ്ത കൺട്രിയിലെ ലോയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് വരിക. അപ്പം ആ രീതിയിലാണ് ആ ഒരു ആപ്പ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുക.
സോ നമ്മൾ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. എത്ര പേര് ഇത് അറിഞ്ഞിട്ടാണ് അംഗീകരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. സോ വായിച്ചു നോക്കുക. ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ആപ്ലിക്കേഷന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെ അവരുടെ പ്രൈവസി പോളിസി ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇനി നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യം, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ എഗ്രി കൊടുത്ത് കയറി കഴിയുമ്പോൾ അലോ ആപ്പ് ടു ആക്സസ് കോൺടാക്ട്, എന്താണ് ആക്സസ് ഗ്യാലറി, ആക്സസ് യുവർ ലൊക്കേഷൻ, ആക്സസ് മീഡിയ, ഇങ്ങനെയുള്ള കുറെ പെർമിഷൻസ് ചോദിക്കുന്നുണ്ട്. ഈ പെർമിഷൻസ് ഒക്കെ നമ്മൾ അലോ 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 എന്ന് പറഞ്ഞ് അലോ ചെയ്ത് കൊടുക്കും. ആക്ച്വലി ഈ പറയുന്ന എല്ലാ പെർമിഷൻസും ആവശ്യമാണോ എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം അലോ ചെയ്യുക. ആ ഒരു ചിന്തയാണ് നമ്മൾ ആപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പ്രൈവസിയെ കുറിച്ച് നമ്മൾ ബോധർ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പൊ പല ആപ്ലിക്കേഷൻസും വീഡിയോ കോൺഫറൻസിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പ്രൈവസി പ്രശ്നങ്ങൾ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. ഈ പറയുന്ന ആൾക്കാർ പോലും പല ആപ്പുകളും വെറുതെ ഉപയോഗിച്ച് വെറുതെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നു, എല്ലാ പെർമിഷനും കൊടുത്തിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഒരു ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. അവര് ടേംസ് നമ്മൾക്ക് ഓക്കെ കുഴപ്പമില്ലാന്ന് തോന്നി, നമ്മൾ ടേംസ് ഒക്കെ നോക്കി നമ്മൾ അതിനുശേഷം ആപ്പ് ഉപയോഗിക്കാൻ പോവാം. അപ്പം അലോ ദിസ് ആപ്പ് ടു ആക്സസ് യുവർ കോൺടാക്ട്. എന്തിന് ഒരു ഇമേജ് എഡിറ്റ് ചെയ്യുന്ന ഒരു ആപ്പ് എന്തിന് നമ്മുടെ കോൺടാക്ട് ആക്സസ് ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ അത് അലോ ചെയ്യത്തില്ല. ഇനി ചില ആപ്പുകളുണ്ട്, ചില പെർമിഷൻസ് കൊടുക്കാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ ഒരുമാതിരി നല്ല എല്ലാ ആപ്പുകളും അവർക്ക് ആവശ്യമുള്ള പെർമിഷൻസ് മാത്രം കൊടുത്താൽ മതി. അതായത് ആ ആപ്പ് വർക്ക് ചെയ്യാൻ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടേണ്ടത് ആ രീതിയിലുള്ള പെർമിഷൻസ് മാത്രം കൊടുത്താൽ മതി. അല്ലാത്ത പെർമിഷൻസ് ഒന്നുമില്ലാതെ വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ് കൂടുതലും. ചില ആപ്പുകൾ നമ്മുടെ കോൺടാക്ട് കിട്ടാതെ, നമ്മുടെ മീഡിയ കിട്ടാതെ, നമ്മുടെ ലൊക്കേഷൻ കിട്ടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ നമ്മളെ അനുവദിക്കാറില്ല. അങ്ങനെയുള്ള ആപ്പുകൾ ഉപയോഗിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. അത് നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, എനിവേ ആദ്യം പെർമിഷൻസ് കൊടുക്കുന്നതിന് മുമ്പ് ഈ പെർമിഷൻ ഈ ആപ്പ് വർക്ക് ചെയ്യാൻ ആവശ്യമാണോ എന്ന് ആദ്യം ഒന്ന് ചിന്തിച്ചു നോക്കുക. അതിനുശേഷം മാത്രം പെർമിഷൻ കൊടുക്കുക. ഇനി ഒരു ക്യാമറ അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആക്സസ് യുവർ ലൊക്കേഷൻ. എന്തിന് നമ്മുടെ ലൊക്കേഷൻ അറിയണം? എന്തിനറിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞ ബിസിനസ് പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ടാഗ് ചെയ്തിട്ട് ബിസിനസ് പർപ്പസിന് വേണ്ടിയാണ് അവർ ലൊക്കേഷനൊക്കെ ആക്സസ് ചെയ്യുന്നത്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ലൊക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാവുള്ളൂ. എല്ലാ കാര്യങ്ങളും ഈ കോൺടാക്ട്, മീഡിയ, ലൊക്കേഷൻ, പല ആപ്പുകളും നമ്മുടെ കോൺടാക്ട് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവര് ആക്സസ് ചെയ്യുന്നുണ്ട്, മീഡിയ ആക്സസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലൊക്കേഷൻ ആക്സസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലൊക്കേഷൻ ആക്സസ് ചെയ്യാത്ത ആപ്പുകൾ വളരെ കുറവാണ്. ചില ആപ്പുകൾ നമുക്ക് ആദ്യം മെസ്സേജ് തരും. ഈവൻ ചെറിയ നമ്മൾ പേയ്മെന്റ് ആപ്പാണെങ്കിൽ പോലും ഫോർ ബെറ്റർ എക്സ്പീരിയൻസ് ടേൺ ഓൺ യുവർ ലൊക്കേഷൻ എന്ന് കാണിക്കും. നമുക്ക് ലൊക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുത്താലാണ് അവർ ബെറ്റർ എക്സ്പീരിയൻസ് തരുന്നത്. എനിവേ ആയിരിക്കാം, നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള പെർമിഷൻസ് കൊടുക്കുക. ഫേസ് ആപ്പിന്റെ കേസിലും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് അനുയോജ്യമായ ആപ്പാണ് എന്ന് തോന്നിയാൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഉപയോഗിക്കണ്ട. അതൊക്കെ നിങ്ങളുടെ പ്രൈവസി പെടുന്ന കാര്യം. ഓക്കെ, എന്തായാലും അവരുടെ പ്രൈവസി ടൈംസിൽ അവരുടെ പ്രൈവസി പോളിസി അവർ പറയുന്നുണ്ട്. ഞങ്ങൾ ഫോട്ടോസ് ഒക്കെ 48 മണിക്കൂറിനുള്ളിൽ റിമൂവ് ചെയ്യുന്ന വീഡിയോസ്, നമ്മുടെ ഡേറ്റാസ് റിമൂവ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എനിവേ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കാം. അത് ഫേസ് ആപ്പ് മാത്രമല്ല, ഏതൊരു ആപ്പും ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ എന്താണ് ഒരു ആപ്പ് വരുമ്പം ആ ആപ്പ് പ്രശ്നം അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ ഡേറ്റ പോകും എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലുള്ള ഓരോ ആപ്പും അതിന്റെ ഡെവലപ്പർക്ക് ഡേറ്റ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ഡേറ്റ കൊടുക്കാത്ത ആപ്പുകളൊന്നുമില്ല. അവരുടെ ജസ്റ്റ് എല്ലാ ആപ്പുകളും ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ബിസിനസ്സിന് വേണ്ടിയാണ്. നിങ്ങൾക്കറിയാം, ഫോർ എക്സാമ്പിൾ നമ്മൾ വീഡിയോ ഇച്ചിരി ലാഗായി പോകുന്നുണ്ട്. കാര്യം ഒരു ഇൻഫർമേറ്റീവ് കാര്യമായതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇന്ന് ഞാനിപ്പം ഒരു ഷോപ്പിംഗ് സൈറ്റിൽ കയറി ഒരു ക്യാമറ ഓർഡർ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ക്യാമറ ഓർഡർ ചെയ്യണം, ജസ്റ്റ് ക്യാമറയെ കുറിച്ചൊന്ന് നോക്കി എന്ന് വിചാരിക്കുക. ക്യാമറയെ കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കി, ക്യാമറ എങ്ങനെയുണ്ട്, കൊള്ളാവോ, ഓക്കെ, ഏതൊക്കെ ക്യാനോൺ, പല കമ്പനികളുടെ ക്യാമറ DSLR ഒക്കെ ജസ്റ്റ് നോക്കി അതൊക്കെ വാങ്ങാനായിട്ട് കാർട്ട് കൊടുത്തു, കാർട്ടിലേക്ക് എടുത്തിട്ടു. പിന്നെ വാങ്ങാം, കാശില്ല, പിന്നെ വാങ്ങാനുള്ള ഒരു സെറ്റപ്പിലൊക്കെ നിൽക്കുന്നു. അങ്ങനെ നമ്മൾ നിൽക്കുമ്പോഴാണ് ഞാൻ അത് കഴിഞ്ഞ് ഫേസ്ബുക്കിൽ കയറി നോക്കി. എനിക്ക് ഫേസ്ബുക്കിൽ വരുന്ന അഡ്വർടൈസ്മെന്റ് ബേസ്ഡ് ഓൺ ക്യാമറയാണ്. ക്യാമറയും ക്യാമറയുടെ ആക്സറീസുമാണ് എനിക്ക് വരുന്ന അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. അതെങ്ങനെ വരുന്നു? സോ നമ്മൾ സെർച്ച് ചെയ്തത് ഫേസ്ബുക്ക് എങ്ങനെ അറിഞ്ഞു? ഫേസ്ബുക്കിൽ മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിൽ കയറി, അവിടെയും എനിക്ക് വരുന്ന അഡ്വർടൈസ്മെന്റ് എന്താണ്? ക്യാമറയുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടതാണ്, ക്യാമറയുടെ ആക്സസറീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും ഇവരൊക്കെ ട്രാക്ക് ചെയ്യുന്നുണ്ട്, അല്ലെ? ഇപ്പൊ ഗൂഗിൾ അറിയാത്ത ഒന്നുമില്ല നമ്മൾ പറയാറുണ്ട്. അത് തമാശ രൂപേണയാണെങ്കിലും പക്ഷെ എന്താണ്, അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ചെയ്യുന്നതെല്ലാം നമുക്ക് അറിയാം, നമ്മുടെ ക്യാരക്ടർ അറിയാം. അത് പല ആപ്ലിക്കേഷൻസ് അനലൈസ് ചെയ്ത് അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നു, ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നു. ഇതൊക്കെയാണ് നടക്കുക. നോർമലി നടക്കുന്ന കാര്യങ്ങൾ അഡ്വർടൈസ്മെന്റ് ഒക്കെയാണ്. അപ്പൊ നമ്മുടെ ക്യാരക്ടർ അറിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റുകളായിരിക്കും നമുക്ക് അഡ്വർടൈസ്മെന്റ് ആയിട്ട് തരുന്നത്. ഇപ്പൊ ഞാൻ ക്യാമറയുടെ എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. വേറെ ഓൺലൈൻ വെബ്സൈറ്റ് ഞാൻ വിസിറ്റ് ചെയ്യുവാണെങ്കിൽ അന്നേരവും എനിക്ക് ക്യാമറയുടെ പരസ്യം വരയ്ക്കും, ആ വെബ്സൈറ്റും കാണിച്ചു തരുന്നത്.
സോ എല്ലാ ആപ്ലിക്കേഷൻസും ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അവർ അറിയുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്. അവരിത് അനലൈസ് ചെയ്യുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല, അവർക്ക് അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക, അതാണ് അവരുടെ പ്രൈമറി പർപ്പസ്. അതിനുവേണ്ടിയാണ് അവർ നമ്മുടെ ഡേറ്റ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ ആപ്പുകൾ ഉപയോഗിക്കുക. ആപ്പുകൾ ഏതാണെങ്കിലും ആവശ്യമെങ്കിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അത്യാവശ്യമെങ്കിൽ ഉപയോഗിക്കുക. ആവശ്യവും അത്യാവശ്യവും ഉണ്ട്. ഓക്കെ, അത്യാവശ്യമെങ്കിൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുക. നമുക്ക് ഡിജിറ്റൽ വേൾഡ് ആണ്, സൈബർ വേൾഡ് ആണ്. ആപ്ലിക്കേഷൻസ് ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ ഉപയോഗിക്കാറുണ്ട്. സോ അവനവന്റെ സുരക്ഷ, നമ്മുടെ പ്രൈവസി നമ്മൾ നോക്കുക. എന്താണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വായിച്ചു നോക്കി ആപ്പുകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ പെർമിഷൻസ് കൊടുക്കുന്നതിന് മുമ്പ് ഈ ആപ്പിന് ആവശ്യമുള്ള പെർമിഷൻ ആണോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. അതിനുശേഷം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ ബുദ്ധിപൂർവ്വം ആപ്പുകൾ ഉപയോഗിക്കാം. എല്ലാവർക്കും നല്ല രീതിയിൽ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകട്ടെ. വീഡിയോ കുറച്ച് നീണ്ടുപോയെന്നറിയാം, എന്നാലും ആപ്പുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകട്ടെ. കൂടുതൽ നല്ല വീഡിയോകളുമായി എഡ്യൂസോഫ്റ്റ് മലയാളത്തിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുപോലെ പറയാനുള്ള കാര്യം പറയുവാണ്, നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കൂടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം ഞങ്ങൾ വീഡിയോ കണ്ടതിന് നന്ദി. നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും